ഹായ് എവരിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. റമദാൻ 4 വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ റമദാൻ 4 തറവാട്ടിലെ ഉസ്താദിൻ്റെ സ്ഥലമായിരുന്നു. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് പള്ളിയിലേക്കുള്ള എല്ലാ സാധനങ്ങളും കൊണ്ടുപോകണം. ലൈമ്, ചായ, കടിയൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുപോകണം കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ പരിപാടികൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ലൈമിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ചെമ്പരത്തിപ്പൂവ് പറിച്ചിട്ട് അത് നല്ലപോലെ കഴുകിയിട്ട് കുറച്ച് ചൂടുവെള്ളത്തിലിട്ടിട്ട് അത് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ആ പൂവിട്ടിട്ട് അപ്പോൾ ആ പൂവിൻ്റെ കളറൊക്കെ ആ വെള്ളത്തിലേക്ക് അങ്ങ് ഇറങ്ങിക്കിട്ടും. അപ്പോൾ നല്ല കളർ കിട്ടും കേട്ടോ. റെഡിനേക്കാൾ ഡാർക്കായിട്ടൊരു പിങ്ക് ഷെയ്ഡിലാണ് നമുക്ക് കിട്ടുക. അതൊക്കെ അവിടെ റെഡിയാക്കി വെച്ചു. പിന്നെ മസാലയൊക്കെ റെഡിയാക്കി വെച്ചു, ഉന്നക്കായൊക്കെ ഉരുട്ടി വെച്ചു. എല്ലാ ക്ലിപ്പും എടുത്തിട്ടില്ല. എന്നിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് വൈകുന്നേരം കുളിച്ച് വൃത്തിയായിട്ട് ഒന്നുകൂടി പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് വരുന്നതൊന്നും നമ്മളെടുത്തിട്ടില്ല. ഇതിപ്പോൾ വൈകുന്നേരമായി. രാവിലെ എല്ലാ പണികളോടെ ഒരുക്കി വെച്ചിട്ടാണ് വീട്ടിലേക്ക് വന്നത്. വീട്ടിലെ പണി ഒരുക്കിയിട്ട് വൈകുന്നേരം ഞാൻ പോവാണ് കേട്ടോ. സംഘവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ തറവാട്ടിലേക്ക് പോക്കാണ്. കുട്ടികളൊക്കെ അവിടെയാണുള്ളത്. അപ്പോൾ നമ്മൾ ഉന്നക്കായൊക്കെ പൊരിച്ച് കോരിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വെജ് സമൂസയായിരുന്നു ഉണ്ടാക്കിയത്. അപ്പോൾ വെജ് സമൂസ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെച്ച് ഇതൊക്കെ പള്ളിയിലേക്ക് കൊണ്ടുപോകാനാണ്. ലൈമ് ലൈമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെറുനാരങ്ങ കൂടി പിയുമ്പോൾ ഒന്നും കൂടി കളർ ഡാർക്കാകും കേട്ടോ. നമുക്ക് എത്രത്തോളം കളർ വേണോ അത്രത്തോളം നമുക്ക് ചെമ്പരത്തിയുടെ ആ ഒരു വെള്ളമില്ല സിറപ്പായിട്ട് നമ്മൾ ഉണ്ടാക്കിയത് ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്കങ്ങനെ സ്റ്റോർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. പിന്നെ നമ്മൾ നോമ്പൊക്കെ തുറന്നിട്ട് അത് ആത്തച്ചക്ക കൂടി നമ്മൾ മുറിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ വീട്ടിലുണ്ടായ ആത്തച്ചക്കയാണ് കേട്ടോ. ഇപ്രാവശ്യം വളരെ കുറവാണ്. പിന്നെ പറിക്കാനും പറ്റുന്നില്ല. അങ്ങനെയൊക്കെയാണ് ഇപ്രാവശ്യത്തെ കാര്യം. നല്ല ആത്തച്ചക്ക കിട്ടി കേട്ടോ. പിന്നെ ഈയനട ഒന്ന് പോയപ്പോൾ കുഞ്ഞുമ്പത്തിൽ ഉരുട്ടുന്ന തിരക്കിലായിരുന്നു കേട്ടോ. ഈയനട ഇന്നത്തെ സ്പെഷ്യൽ കുഞ്ഞുപ്പത്തിലും പിന്നെ കോഴിക്കറിയാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞുപ്പത്തിൽ റെഡിയായില്ല, ഉരുട്ടി വെച്ചിട്ടുള്ള ഇനി ആവി കയറ്റണം. അത് റെഡി ആയിട്ടാകുമ്പോൾ കറിയിലേക്ക് ഇട്ടിട്ടൊന്ന് വഴിച്ചെടുക്കണം. അപ്പോൾ അതൊക്കെയാണ് പരിപാടികൾ. പിന്നെ നമ്മളെ ഉമ്മ ഓതുന്നുണ്ട്. കുഞ്ഞുമക്കൾ ഭയങ്കര കളിയാണ് കേട്ടോ. കുട്ടികളെല്ലാവരും കളിയാണ്. കുട്ടികളെ കിട്ടിയാൽ പിന്നെ വേറെ ആരെയും വേണ്ട. ഇവർ ഭയങ്കര സന്തോഷത്തിലാണ്. ഇങ്ങനെ ഇവർക്കെല്ലാവരും കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുട്ടികളും നമ്മളും എല്ലാവരും ഉണ്ടെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ് നമ്മുടെ ടിൻസ്. ഭയങ്കര കളിയാണ്. ഭയങ്കര കളി എന്ന് പറഞ്ഞാൽ ഭയങ്കര കളിയാണ്. നമ്മൾ കണ്ടാൽ പിന്നെ അപ്പടം എടുക്കേണ്ടി വരും. ആരും കണ്ടില്ലെങ്കിൽ ഭയങ്കര ഒച്ചപ്പാടായിരിക്കും. ദായിസുദാ ദാനുദാ. പിന്നെ നമ്മളതൊക്കെ കഴിഞ്ഞിട്ട് ഷായ്ക്കൊരു കുഞ്ഞു സർപ്രൈസായിട്ട് ഞാനൊരു ചെറിയൊരു കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. സാധാരണ ഉണ്ടാക്കലാണ്. ഇപ്രാവശ്യം നോമ്പൊക്കെ ആയിട്ട് ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. ചെറിയൊരു കേക്ക്, എല്ലാവർക്കും ജലദോഷവും കഫക്കെട്ടൊക്കെയാണ്. ചെറിയൊരു 500-ൻ്റെ ഒരു കേക്ക് വാങ്ങിയിട്ട് വാനില കേക്കായിരുന്നു വാങ്ങിയത്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്താൽ അത് കണ്ട സന്തോഷത്തിന് ഷായിനെ വിളിക്കാൻ പോകുന്നതാണ് കേട്ടോ അവർ രണ്ടാളും. അപ്പോൾ ഷായിദ വരുന്നുണ്ട്. എല്ലാ ബർത്ത്ഡേക്കും ഒരിക്കൽ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ വാങ്ങിക്കൊടുക്കാറുണ്ട്. ബിരിയാണിയും പായസവും പള്ളിയിൽ പായസം അങ്ങനെയൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു. പ്രാവശ്യം നോമ്പായോടൊന്നും നടന്നില്ല. പക്ഷേ എനിക്കൊന്നും ആവശ്യമില്ലെന്നാണ് പറഞ്ഞത്. എന്നാലും എൻ്റെ ഒരു സന്തോഷത്തിന് ഞാനൊരു കുഞ്ഞു കേക്ക് എനിക്ക് വാങ്ങിക്കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. എല്ലാവരും കൂടിയൊക്കെ കേക്ക് മുറിക്കുകയാണ്. ബാപ്പിയുണ്ടല്ലോ. ഇങ്ങനെ ബർത്ത്ഡേ ആയിട്ട് ആഘോഷിക്കലും അങ്ങനെ ഉള്ള പരിപാടികളൊന്നും നമ്മൾ ചെയ്യാറില്ല കേട്ടോ. അങ്ങനെ ബർത്ത്ഡേക്കൊരു ഡ്രസ്സ് വാങ്ങിക്കൊടുക്കും. പിന്നെ അവനിഷ്ടപ്പെട്ട ഫുഡ് ഉണ്ടാക്കി കൊടുക്കും. അത്രയാണ് ഞാൻ ചെയ്യാറ്. പക്ഷെ നോമ്പായതുകൊണ്ട് പിന്നെ ഒന്നും വേണ്ട. അവന് നോമ്പ് തുറന്നതിനാൽ പിന്നെ ഒന്നും വേണ്ട. അപ്പോൾ ചെറിയൊരു കേക്ക് മുറിയൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. എന്നിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് വന്നത്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെയാണ്. അടുത്ത വിശേഷങ്ങളുമായി അടുത്ത വീഡിയോ കാണാം.